മലയും പുഴയും വയലും തോടും മരങ്ങളും കിളികളും ഒക്കെയുള്ളതാണ് ഞങ്ങളുടെ ഈ ഗ്രാമം. പട്ടണത്തിലെ പോലെയല്ല. ഇവിടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിശേഷം പറയും, കണ്ടാൽ മിണ്ടും. പുതിയ ഒരാളെ കണ്ടാൽ അതാരാണെന്ന് തിരക്കും, വിത്തും പേരും അന്വേഷിക്കും. ബാലകൃഷ്ണൻ കമ്പനി കയറി ഏതായാലും സ്ഥിരം ജോലിയായില്ലോ. ഇനിയിപ്പോൾ വല്ല കുറവുകളുണ്ടെങ്കിൽ അതും കണ്ടെത്തും. ഓ, ഡെയിലി വേജസ് ആണല്ലേ, അപ്പൊ PF മറ്റും ഉണ്ടാവില്ല. സാരമില്ല. അങ്ങനെ പലതുമുണ്ട് ഈ ഗ്രാമത്തിൽ. ദാ അതാണ് ഞാൻ. ഈ വരുന്നതാണ് ബെറ്റി ചേച്ചി. ഡാ, നിന്റെ മൂക്കിന്ന് വരുന്നുണ്ടില്ലേ? നിനക്ക് കർച്ചീഫില്ലേ? എന്നാ ഇത് വെച്ച് തുടച്ചോ, ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അത് നീ വെച്ചോ, ഇനി വരുമ്പോ തുടയ്ക്കാം. വീട്ടിൽ ചെല്ലുമ്പോ അമ്മയുടെ അടുത്ത് കൊടുത്താൽ മതി. ഈ ബെറ്റി ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയല്ല കേട്ടോ, വീടിനടുത്തുള്ളതാണ്. എനിക്ക് പിന്നീട് അങ്ങോട്ട് എല്ലാത്തിനും കൂട്ട് ഈ ബെറ്റി ചേച്ചിയായിരുന്നു. സ്കൂളിൽ പോകാനും പാത്ത് കളിക്കാനും സ്കൂൾ കഴിഞ്ഞു വന്ന് പേരക്ക പറിക്കാനും പട്ടം പറത്താനും തോട്ടിൽ തുണി കഴുകാൻ പോകാനും ഒക്കെ ഞാൻ ഈ ബെറ്റി ചേച്ചിയുടെ വാലായിങ്ങനെ നടക്കും. കുഞ്ഞുമനസ്സിൽ ചായം പൂട്ടി കണ്ണിൽ പൂത്തിരി കത്തി ചിറകുമുളച്ചു പാറി നടന്നു. താളം ഇതാണ് താളം. കാലം കുഞ്ഞുമനസ്സിൽ ചായം പൂട്ടി കണ്ണിൽ പൂത്തിരി കത്തി ചിറകുമുളച്ചു. ജോൺസൺ ചേട്ടൻ വല്ലപ്പോഴും ഈ കടയിൽ വന്നിരുന്ന് ചായ കുടിക്കും. കടയിൽ ആളൊഴിഞ്ഞ നേരമായിരിക്കും. ആളന്നേരം ഫോണിൽ ഉച്ചത്തിൽ ഈ പാട്ട് വയ്ക്കും. ബേസിലെ നീ വല്ലതും വേണേ മേടിച്ച് കഴിക്കടാ. വേണ്ട ചേട്ടാ, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചതാ. ഞാനാണേ ആ ബേസിൽ. മദ്യമാണേ കഴിക്കുന്നത്, താഴെ എഴുതി കാണിക്കുന്നില്ല. പകരം പറയുകയാണ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. കാലം കാലം കുഞ്ഞുമനസ്സിൽ ചായം കൂട്ടി കണ്ണിൽ പൂത്തിരി കത്തി ചിറകുമുളച്ചു പാറി നടന്നു. കാലം ഇതാണ് കാലം. കാലം കാലം കുഞ്ഞുമനസ്സിൽ ചായം കൂട്ടി. ജോൺസൺ ചേട്ടന് പണ്ടത്തെ ജയഭാരതി അഭിനയിച്ച രതിനിർവേദം ഒരു വീക്ക്നെസ്സാണ്. പത്മരാജൻ എഴുതി ഭരതൻ സംവിധാനം ചെയ്ത സിനിമയെ. ബേസിലെ ഈ കാലം എന്ന് പറഞ്ഞാൽ വലിയൊരു സമയം വേണ്ട, അതിലെ ഓരോ ചെറു നിമിഷങ്ങളാണ് അവിടെ നമ്മളൊക്കെ. നമ്മളാ നിമിഷം അനുഭവിക്കുന്നു, അല്ലാതെ നമ്മളായിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ലടാ. എല്ലാം കാലമാണ് ചെയ്യുന്നത്. ആ കാലമാണടാ നമ്മുടെ മനസ്സിൽ ഓരോരോ ചായം കൂട്ടുന്നത്. കാലം കുഞ്ഞു മനസ്സിൽ ചായം കൂട്ടി കണ്ണിൽ പൂത്തിരി കത്തി ചിറകു വിരിച്ചു പാറി നടന്നു. കാലം അതാണ് കാലം. ജോൺസൺ ചേട്ടനാണ് എൻ്റെ ആശാൻ.
ആശാനെന്ന് പറഞ്ഞ ഒരു വീഡിയോഗ്രാഫറാണ് ഞാൻ. ജോൺസൺ ചേട്ടന് ഫോട്ടോ വേൾഡ് എന്ന പേരിലൊരു സ്റ്റുഡിയോയുണ്ട്. ഇടയ്ക്ക് ആൾ ഈ കടവിൽ വന്നിരുന്ന് ചെറുതടിക്കും, എന്നെയും കൂട്ടും. ജോൺസൺ ചേട്ടാ, ദേ പോലീസ്. ആ പോയുടെ പൈസ. ജോൺസൺ ചേട്ടാ, ദേ പോലീസ് നമ്മളെ കൈയാണിച്ചില്ല. ബേസിലെ അത് ഹെൽമെറ്റ് ഇല്ലാത്തവരെ പിടിക്കാനുള്ള പോലീസാണ്. നമ്മൾ ഹെൽമെറ്റ് വെച്ച് ഡീസന്റ് ആയാലും പോണത്. ഓ, കിടുങ്ങിപ്പോയി. അതല്ലടാ ടൈം. കാലം കുഞ്ഞു മനസ്സിൽ ചായം കൂട്ടി കണ്ണിൽ പൂത്തിരി കത്തിച്ചിറകു മുളച്ചു പാറി നടന്നു. കാലം, അതാണ് കാലം. +2 കഴിഞ്ഞ് ബിരുദം ഞാൻ എറണാകുളത്ത് നിന്നാണ് പഠിച്ചത്. ബിരുദം കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ എന്നെ കാത്തിരുന്നത് തൊഴിലില്ലായ്മയാണ്. ആകെ മിണ്ടാനും പറയാനും ഉണ്ടായിരുന്ന ബെറ്റി ചേച്ചി രാവിലെ തന്നെ ജോലിക്ക് പോകും. എന്തോ ഒരു ചെറിയ ജോലി. വായനശാലയിൽ കുറേ സമയം ചെലവഴിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജോൺസൺ ചേട്ടനാണ് എന്നോട് ചോദിച്ചത്, നിനക്കൊരു ജോലി കിട്ടുന്നവരെ എൻ്റെ കൂടെ കൂടിക്കൂടെ എന്ന്. അങ്ങനെയാണ് ഞാൻ ജോൺസൺ ചേട്ടൻ്റെ ശിഷ്യനായത്. എനിക്ക് ജോലിയായപ്പോൾ ബെറ്റി ചേച്ചിയുടെ ജോലിയും പോയി. ബെറ്റി ചേച്ചി വീട്ടിൽ തന്നെയായി. ബെറ്റി ചേച്ചിയുടെ അമ്മയ്ക്കും ജോലിയുണ്ടായിരുന്നു. തുലാമാസത്തെ അവസാനത്തെ മഴയായിരുന്നു. അന്ന് ഞങ്ങളുടെ നാട് മുഴുവൻ ഉറപ്പിക്കുന്നത് പോലുള്ള ഇടിമിന്നലായിരുന്നു. കാറ്റും മഴയും. മിന്നൽ തുടങ്ങിയാൽ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ കറണ്ട് ഉണ്ടാവില്ല. പിറ്റേന്ന് കാലത്ത് സ്റ്റുഡിയോയിലെത്തിയപ്പോൾ ദാ അവിടെ കറണ്ടില്ല. കാറ്റത്ത് മരം വീണിട്ടാണെന്ന് തോന്നുന്നു. വൈകിട്ടേ കറണ്ട് വരുമെന്ന് KCBയിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു. സ്റ്റുഡിയോയിലേക്ക് പോയത് ഓടിപ്പിടിച്ചാണേലും തിരിച്ചിങ്ങോട്ട് വന്നത് പതുക്കെ അലക്ഷ്യമായിട്ടായിരുന്നു. ഒരു ചെറിയ കാറ്റ് വീശിയപ്പോൾ എൻ്റെ മുടി ചെറുതായി പാറി. ഒപ്പം മീശയിലും ചുണ്ടിലുമൊക്കെ ആ കാറ്റടിച്ചപ്പോൾ എന്തോ പോലെ ഒരു തോന്നൽ. പതിവില്ലാതെ ഞാൻ പരിസരം ഓരോന്നായി ശ്രദ്ധിക്കാൻ തുടങ്ങി. മരങ്ങളുടെ തൊലി സൂക്ഷിച്ചു നോക്കിയപ്പോൾ എന്തൊരു ഭംഗി! ചെങ്കൽ മതിലിൽ ചെറിയ പായലും മറ്റും. ആഹാ! ഇത്രയും നാൾ ഞാൻ ഇതുവഴിയൊക്കെ വന്നിട്ടും ഇതൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ എന്നെനിക്ക് തോന്നി. അതിന് 2 ദിവസം മുമ്പാണ് ജോൺസൺ ചേട്ടൻ എൻ്റെ കയ്യിൽ ക്യാമറ എടുത്ത് തന്നത്. വീട്ടിലെത്തിയ ഞാൻ ക്യാമറയുമായി പുറത്തിറങ്ങി, ഒരു പുതിയ ലോകത്തേക്കെന്ന പോലെ. ബെറ്റി ചേച്ചിയുടെ വീടിനടുത്തുള്ള മരങ്ങളൊക്കെ ഞാൻ ക്യാമറയിലൂടെയും അല്ലാതെയും നോക്കി. അങ്ങനെ നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്നൊരു ചോദ്യം.
ബേസിലെ ബേസിലെ നീ ഇന്ന് പോയില്ലേടാ? ഇല്ല ചേച്ചി, നീ എന്താടാ അവിടെ ചെയ്യുന്നേ? മഴ പെയ്തിട്ട് മരത്തിൻ്റെ തൊലിയൊക്കെ കാണാൻ എന്തൊരു ചേല. എന്നാ ചേലാടാ ഇത്? നിനക്ക് ഫോട്ടോ എടുക്കാനാണില്ലേ, ദാ ഇവിടെ ഒരു സുന്ദരി നിപ്പില്ലേ, എന്റെ കുറെ ഫോട്ടോ എടുക്കടാ. ഞാൻ കുറച്ച് പ്രകൃതി ദൃശ്യങ്ങൾ എടുക്കാമെന്ന് കരുതിയാണ് ചേച്ചി. ഓ എന്ത് പ്രകൃതി, നീ എന്റെ കുറച്ച് ഫോട്ടോ എടുക്ക്. സോഫിയാൻ്റെ വാങ്ങിയ പുതിയ ഡ്രസ്സാണിത്, ആന്റിക്ക് കുറച്ച് ഫോട്ടോ അയച്ചു കൊടുക്കണം. നീ വന്നേ. അന്നാണ് ഞാൻ ബെറ്റി ചേച്ചിയെ ശ്രദ്ധിച്ചത്. എന്തൊരു ഭംഗിയാണ് ചേച്ചിക്ക്. ഫോട്ടോ എടുക്കുന്നതിനിടെ അറിയാതെ ഞാൻ ചേച്ചിയുടെ നോക്കാൻ പാടില്ലാത്തടത്തൊക്കെ നോക്കി. അന്നുവരെ തോന്നാത്ത ചിലതൊക്കെ അന്ന് എനിക്ക് ചേച്ചിയെ കണ്ടപ്പോൾ തോന്നി. അന്ന് വൈകിട്ട് ജോൺസൺ ചേട്ടനുമായി കൂടാൻ കടവിൽ ചെന്നതും ഞാൻ നടന്നായിരുന്നു. വഴിയരികിലെ പാലച്ചുവട്ടിലൂടെ നടന്നപ്പോൾ അന്ന് ആദ്യമായി പാലപ്പൂമണം എൻ്റെ മൂക്കിലേക്ക് ഞാൻ ആഞ്ഞു വലിച്ചു. അന്ന് കണ്ട മനോഹര കാഴ്ചകൾ ഞാൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ ബെറ്റി ചേച്ചിയുടെ കാര്യം മാത്രം ഞാൻ ജോൺസൺ ചേട്ടനോട് പറഞ്ഞില്ല. അതൊരു രഹസ്യമായി ഞാൻ എൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു. ബേസിലെ ഈ ഇടിമിന്നൽ എന്നുള്ളത് കാമദേവൻ വില്ലു ഉലക്കുന്നതാടാ. ഭൂമിയെ മുഴുവൻ സുന്ദരമാക്കുന്ന മഴ അങ്ങനെയല്ലടാ ഉണ്ടാവുന്നത്. നിനക്കിപ്പോൾ ശുക്രദശയായിരിക്കും, അതാണ് നിനക്കിപ്പോൾ മണം ശ്രദ്ധിക്കാനുള്ള വിചാരം ഉണ്ടാവുന്നത്. ഈ ശുക്രദശയിലും രാഹുദശയിലും ഒക്കെയാണ് സാധാരണ കല്യാണങ്ങളൊക്കെ നടക്കുന്നത്. ചിലർക്ക് അത് പ്രണയമായും ലൈംഗിക ബന്ധങ്ങളായും വന്നുവിടും. ഭൂമിയിലെയും മനുഷ്യജീവിതത്തെ ഒരു സമയമായി കണ്ട് അതിനെ ഓരോരോ ഗ്രഹങ്ങളുടെ ദശയായും അങ്ങനെയുള്ള ഓരോ ദശയെ സകല ഗ്രഹങ്ങൾക്കും അപഹാരമായി നൽകി കാലം കളിക്കണ കളിയല്ലടാ അതൊക്കെ. ഈ ജോൺസൺ ചേട്ടൻ്റെ പഴയ ശിഷ്യൻ ഒരു ജ്യോത്സ്യം അറിയുന്ന ആളായിരുന്നു. പുള്ളിക്ക് സർക്കാർ ജോലി കിട്ടിയപ്പോഴാണ് ഞാൻ എത്തിയത്. ജോൺസൺ ചേട്ടൻ പഴയ ശിഷ്യൻ്റെ അടുക്കൽ നിന്ന് കുറേ ജ്യോതിഷം പഠിച്ചു. ഇതിപ്പോൾ എനിക്കറിയില്ല എനിക്ക് ശുക്രൻ്റെയാണോ രാഹുവിൻ്റെയാണോ അപഹാരമെന്ന്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എന്നെ എനിക്ക് നിയന്ത്രിക്കാനാകുന്നില്ലെന്ന്. കാലം എന്നെ വലിച്ച് ബെറ്റി ചേച്ചിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന പോലെ എനിക്ക് തോന്നി. എപ്പോഴും ബെറ്റി ചേച്ചിയെ കാണണമെന്ന് തോന്നി. അങ്ങനെ ബെറ്റി ചേച്ചിയെ കാണുമ്പോൾ അരുതാത്ത രീതിയിൽ നോക്കാനും ഞാൻ തുടങ്ങി. പിന്നെ ബെറ്റി ചേച്ചിയെ വിവാഹം കഴിക്കണമെന്നും സ്വന്തമാക്കണമെന്നുമുള്ള തോന്നലായി. ആരാണെൻ്റെ ഇടനെഞ്ചിൽ ഇലത്താളമിടുന്നത്? തുലാമാസം കഴിഞ്ഞിട്ടും എന്തേ എൻ്റെ ഇടനെഞ്ചിൽ മാത്രം ഇങ്ങനെ ഇടിനാദം കേൾക്കുന്നത്? ആരാണെൻ്റെ കണ്ണിൽ നിന്നൊക്കെ അന്ന് പാത്തുവെച്ചത്? അന്ന് കാണാത്തൊരാ ചേലൊക്കെ ഇന്നെന്തേ നാട്ടുവഴിയിൽ ഇങ്ങനെ എന്നെ തേടിയെത്തുന്നത്?
ജാതകത്തിൽ ശുക്രൻ്റെ അപഹാരമാണോ ഇത്? പാലപ്പൂമണമറിയാതെ ഞാനെന്തേ അന്നൊക്കെ ഈ പാതയോരത്തെ പാലച്ചുവട്ടിലൂടെ നടന്നുപോയത്? ഇതിങ്ങനെ പോയാൽ പറ്റില്ലെന്ന് എനിക്ക് തോന്നി. ബെറ്റി ചേച്ചിക്ക് എന്നെ പഴയ പോലെ തന്നെ കാണാനേ സാധിക്കുന്നുള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നി. അതൊരു ആങ്ങളയെ പോലെയാണോ അതോ ഫ്രണ്ടിനെ പോലെയാണോ എന്നൊക്കെയുള്ളത് എൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിച്ചു. എങ്ങനെയായിരിക്കും ബെറ്റി ചേച്ചി എന്നെപ്പറ്റി വിചാരിക്കുക? ഞാൻ ജോൺസൺ ചേട്ടനോട് രതിനിർവേദം ഡൗട്ടെന്ന പോലെ ചോദിച്ചു. പഴയകാലം സ്ത്രീകളെ ഇപ്പോഴും ചില സദാചാരങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. വാർദ്ധക്യത്തിൽ സഹായിയാവാൻ അന്ന് അധികാരമുണ്ടായിരുന്ന പുരുഷൻ അന്ന് തങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ സ്ത്രീകളെ പങ്കാളിയായി സ്വീകരിച്ചു. അന്നത്തെ ആ സദാചാരബോധം സ്ത്രീകളെ എപ്പോഴും അവരെക്കാൾ പ്രായമായവരെയായിരിക്കും പങ്കാളിയായി കാണാൻ തോന്നിക്കുക. അതുകൊണ്ട് തന്നെ അവർ ഒരേ പ്രായത്തിലുള്ളവരെയും തന്നെക്കാൾ പ്രായം കുറഞ്ഞവരെയും പങ്കാളിയായി കാണില്ല. കാരണം അവരുടെ സദാചാരങ്ങളിൽ ഊന്നിയ അമ്മമാരുടെ പുതുരൂപങ്ങളാണവർ. സ്വാതന്ത്ര്യം കുറഞ്ഞ അവർ സദാചാരത്തിൽ ഊന്നിയ നിൽക്കൂ. എന്തും പറയാൻ പറ്റിയ ജോൺസൺ ചേട്ടനുള്ളപ്പോൾ ഞാൻ ഇനിയും ബെറ്റി ചേച്ചിയുടെ കാര്യം ആളിൽ നിന്ന് ഒളിപ്പിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ജോൺസൺ ചേട്ടാ. ഞാൻ ഇനി എന്ത് ചെയ്യും? ബേസിലെ എന്താണ് ഈ പ്രണയം? ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അത് ഇണ ചേരാനുള്ള ഒരു ആഗ്രഹം മാത്രമാണടാ. ഉദാഹരണമായിട്ട് ഒരാൾ ഒരുത്തിയെ പ്രണയിക്കുന്നത് വിചാരിക്കുക. പിന്നീട് അവൾ മറ്റൊരാളെ വിവാഹം കഴിച്ച് അയാളുമൊത്ത് ജീവിക്കുന്നതായിട്ട് വിചാരിക്കുക. അപ്പോഴെന്താ, അയാളുടെ പ്രണയം പരാജയപ്പെട്ടു എന്നല്ലേ പറയുക? എന്നാൽ വീണ്ടും അയാൾക്ക് പഴയ പോലെ അവളെ വിചാരിച്ചിരിക്കാൻ പ്രണയം തുടരാം. പക്ഷേ അവളുമായി ഇണ ചേരാൻ മാത്രം സാധ്യമല്ല. ആ ഒരു കാര്യം മാത്രമേ അയാൾക്ക് അസാധ്യമേ ഉള്ളൂ. എന്നാൽ ആ ഒരു കാര്യം സാധിച്ചാൽ മാത്രമേ അയാൾക്ക് അയാളുടെ പ്രണയം വിജയിച്ചു എന്ന് പറയാനാവൂ. അതാണ് ജോൺസൺ ചേട്ടൻ പറയണത്. പ്രണയം എന്നാൽ ദിദിനുള്ള ഇച്ഛ തന്നെയാണ്. ജോൺസൺ ചേട്ടൻ പറയുന്നത് ശരിയായിരിക്കും. പക്ഷെ ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ, ഓടി അകലുക. കുറേ കാലം കാണാതിരുന്നാൽ തനി അങ്ങ് വിട്ടുപോക്കോളും. ഞാൻ വേണേ എറണാകുളത്തെ ഏതെങ്കിലും സ്റ്റുഡിയോയിലെങ്ങാനും പറഞ്ഞ് നിനക്കവിടെ ജോലിയും താമസം ശരിയാക്കാം. എന്താ വേണോ? തൽക്കാലം അത് വേണ്ട ഏട്ടാ. പിന്നെ ഉള്ളത് ആ പെണ്ണിനോട് കാര്യം പറയുകയാണ്. ഇപ്പോഴത്തെ കാലമല്ലേ, ചിലപ്പോഴെങ്ങനെ നടന്നു. പക്ഷേ 6 വയസ്സൊക്കെ മൂപ്പെന്ന് പറഞ്ഞ പെണ്ണ് വീട്ടുകാരും ഒന്നും മടിക്കും. പിന്നെ നിൻ്റെ വീട്ടുകാർക്കും ഒട്ടും ഇഷ്ടാവില്ല. അങ്ങനെയൊക്കെ വേണമെന്ന് നീ ശരിക്കും ചിന്തിക്കും. പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വൺ സൈഡല്ലേ, നിനക്ക് മാത്രമല്ല അങ്ങനെ തോന്നുന്നുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ബെറ്റി ചേച്ചിയുടെ കല്യാണമായത്. ചെറുക്കൻ എറണാകുളത്ത് നിന്ന്. ബെറ്റി ചേച്ചി കല്യാണം കഴിഞ്ഞ് എറണാകുളത്തേക്ക് പോയി. കല്യാണം ജോൺസൺ ചേട്ടൻ തന്നെ ഷൂട്ടും എഡിറ്റും നടത്തി. ബെറ്റി ചേച്ചിയുടെ കല്യാണത്തിൻ്റെ അന്ന് എനിക്ക് എറണാകുളത്ത് വേറൊരു കല്യാണം ഷൂട്ട് ചെയ്യാൻ ജോൺസൺ ചേട്ടൻ ഏർപ്പാടാക്കി തന്നതുകൊണ്ട് ബെറ്റി ചേച്ചിയുടെ കല്യാണം എനിക്ക് കൂടേണ്ടി വന്നില്ല. മാസമായപ്പോഴേക്കും ഞാൻ ബെറ്റി ചേച്ചിയെ പതുക്കെ മറന്നു തുടങ്ങി. അപ്പോഴാണ് ബെറ്റി ചേച്ചി വീട്ടിലേക്ക് മടങ്ങി വന്നത്. ഡിവോഴ്സായത്രേ. ജോൺസൺ ചേട്ടനും എനിക്കും സങ്കടമായി. ബെറ്റി ചേച്ചി വല്ലാതെ ഒറ്റക്കായ പോലെ ഞങ്ങൾക്ക് തോന്നി. ബേസിലെ
ബെറ്റി ഇവിടെ വന്ന് എഡിറ്റ് ചെയ്യട്ടെ. എത്ര നാളെന്ന് വെച്ചാൽ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുക. ജോൺസൺ ചേട്ടൻ ബെറ്റി ചേച്ചിയുടെ പപ്പയോട് സംസാരിച്ചു. ബെറ്റി ചേച്ചി ഫോട്ടോ വേൾഡിലെത്തി. ബെറ്റി ചേച്ചിയുടെ സാമീപ്യം പതുക്കെ എന്നിലെ കാമുകനെ വീണ്ടും വിളിച്ചുണർത്തി. പഴയ പോലെ പലപ്പോഴും എൻ്റെ സ്കൂട്ടറിന് പിന്നിലിരുന്നായി ബെറ്റി ചേച്ചിയുടെ യാത്ര. വർഷം പിന്നെയും ഒന്നുകൂടി അങ്ങ് പോയി. വർഷം ഒന്നുകൂടി പോയപ്പോൾ ബെറ്റി ചേച്ചിയോടുള്ള എൻ്റെ പ്രണയവും വല്ലാതങ്ങ് വളർന്നു. കാര്യം ഞാൻ വീണ്ടും ജോൺസൺ ചേട്ടനോട് പറഞ്ഞു. പക്ഷേ ഇക്കുറി ജോൺസൺ ചേട്ടൻ എനിക്ക് വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് തന്നത്. എടാ ബേസിലെ, ഈ ഉണക്കമീൻ പൂച്ചയുടെ മുന്നിൽ കൊണ്ട് വെച്ചത് ഞാനല്ലടാ. എടാ, നിൻ്റെ ഇഷ്ടം നീ എന്നോട് പണ്ട് പറഞ്ഞാലടാ. എനിക്ക് നിന്നോടുള്ള പോലെ അവളോട് ഒരു സ്നേഹമുണ്ടടാ. അതല്ലടാ ഞാൻ അവളെ ഇവിടെ വിളിച്ചത്, നിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടതും. നീ ധൈര്യമായിട്ട് അവളോട് കാര്യം പറയടാ. പിന്നെ പറയുമ്പോൾ ഇപ്പം തോന്നിയെന്നല്ലടാ പറയേണ്ടത്. പണ്ട് എനിക്ക് തോന്നിയില്ലേ, അത് വേണം പറയാൻ. നീ ധൈര്യമായിട്ട് പറയടാ, ഇത് നടക്കൂടാ. വേണേൽ എനിക്ക് നിൻ്റെ കാര്യം അവളോട് പറയാം, പക്ഷേ അത് നീ തന്നെ പറയണം. കാര്യം ഞാൻ ബെറ്റി ചേച്ചിയോട് തുറന്നങ്ങ് പറഞ്ഞു. ചേച്ചി 2 ദിവസം കഴിഞ്ഞ് മറുപടി പറയാം എന്ന് പറഞ്ഞു. ആശ്വാസമായി ഒരു വാക്കും. നീ പേടിക്കണ്ടടാ. നിന്നെ ആങ്ങളെ പോലെയാണ് കണ്ടതെന്നൊന്നും ഞാൻ പറയില്ല. അന്നും ഇന്നും നീ എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിരുന്നടാ. ബേസിലെ, രണ്ടാമതൊരു കല്യാണം അത് വേണോ വേണ്ടയോ എന്നതാണ് എനിക്കിനി ആലോചിക്കാനുള്ളത്. ബെറ്റി ചേച്ചി ചേച്ചിയുടെ വീട്ടിലും കാര്യം സംസാരിച്ച് സംഭവം ഓക്കെയാക്കി. ബെറ്റി ചേച്ചി, അനൂപിന്റെ കല്യാണത്തിന്റെ എഡിറ്റേ നാളെ തീർത്തേക്കണേ. ആ അല്ല, ഞാനിനി എന്തിനാണ് ബെറ്റി ചേച്ചിന്ന് വിളിക്കണ? ബെറ്റിന്ന് പോരെ? ബേസിലെ, അത് വേണ്ടാട്ടാ. ഭാര്യമാരെ ഭർത്താക്കന്മാരെ ചേട്ടാന്ന് വിളിക്കുന്നതേ അവർക്ക് പ്രായക്കൂടുതലുള്ളതുകൊണ്ടാ. അതുകൊണ്ടേ മോൻ എന്നെ ബെറ്റി ചേച്ചീന്ന് തന്നെ വിളിച്ചാൽ മതി കേട്ടാ. അത് പോയിന്റ്. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ, ബെറ്റി ചേച്ചി. എൻ്റെ വീട്ടിൽ ജോൺസൺ ചേട്ടനാണ് കാര്യം പറഞ്ഞത്. ആ വകയിൽ എൻ്റെ പപ്പയുടെ വായിൽ നിന്ന് ചിലത് കേൾക്കേണ്ടി വന്നെന്ന് ജോൺസൺ ചേട്ടൻ പറഞ്ഞു. അതൊന്നും സാരമില്ലടാ, നിനക്കൊക്കെ വേണ്ടിയിട്ടല്ലേ. ഇന്ന് ഞങ്ങളുടെ കല്യാണമായിരുന്നു. ദാ രാത്രിയായി. പരിപാടി അങ്ങ് ഹോളിലായതിനാൽ വീട്ടിൽ പ്രത്യേകിച്ചൊരു മനുഷ്യനുമില്ല. ജോൺസൺ ചേട്ടൻ്റെ പ്രിയ ബ്രാൻഡായ ഓഫീസേഴ്സ് ചോയ്സ് മേടിച്ചു വച്ചിട്ടുണ്ട്. ഒരെണ്ണം ഞാനും അടിക്കും. ഒരു ധൈര്യത്തിന്. ഇന്ന് ഞങ്ങളുടെ ആദ്യ രാത്രിയാണ്. ഇന്ന് നീ കുടിക്കണ്ട. ഇന്നെന്നല്ല, ഇനി കുറേ കാലത്തേക്ക് നീ കുടിക്കണ്ട. കെഞ്ചൊന്നും വേണ്ട. ഇന്ന് നിനക്ക് ഒരു തുള്ളി ഞാൻ തരില്ല. കൊടുത്തേക്ക് ജോൺസൺ ചേട്ടാ. അവൻ 1 2 അടിക്കട്ടെ. ആശാനൊപ്പമല്ലേ അവൻ അടിക്കുന്നേ. മോള് പറയണേ, എനിക്കിപ്പോൾ എന്താ? 1 അടിക്കാനിരുന്ന ഞാൻ 2 അടിച്ചു. അങ്ങനെ ജോൺസൺ ചേട്ടനെ യാത്രയാക്കി ഞങ്ങൾ ഞങ്ങളുടെ ആദ്യ രാത്രിക്കായി മുറിയുടെ വാതിലടച്ചു.